അതിനില്ല, സംഭവമേ ഇല്ല. പകരം ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ ഉണ്ട്, പോൾ എപ്പിസോഡുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ദൈവരാജ്യം എന്ന് പറഞ്ഞ ഒരു സിലബസ് അതിലില്ലേ? ഇല്ല. ഒരു സബ്ജക്റ്റ് അതിലില്ല, സബ്ജക്ട് സിലബസിലില്ല. എന്തു പറ്റി? അതില്ലാത്തത് കൊണ്ട് അറിവില്ലാത്ത ദൈവദാസന്മാർ, അവർക്ക് അറിഞ്ഞിട്ടില്ല. അവര് കാണുന്നത് ഓരോരോ ചെറിയൊരു സബ്ജക്റ്റിലെടുത്ത് അവർ പ്രസംഗിക്കുന്നു. അവർക്ക് അറിഞ്ഞുകൂടാ എന്തിനെ കുറിച്ചാണ് പ്രസംഗിക്കേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒറീസയിൽ ഒരു ബോർഡറിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ കുനിപ്പ് കിട്ടി. ഒരു അത്ത പാസ്റ്റർ, ലോക്കൽ പാസ്റ്റർ എഴുതി കൊടുത്ത് വിട്ടാ. അപ്പോൾ എൻ്റെ ടേബിളിൽ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചു. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നു, ഇതൊന്നും പറഞ്ഞാൽ ഈ ജനത്തിന് മനസ്സിലാകത്തില്ല, പാസ്റ്റർ എഴുതി കൊടുത്ത് വിട്ടേക്കണ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ, സൺഡേ സ്കൂൾ സബ്ജക്റ്റുകൾ, ദാവീദ് ഗോലിയാത്തിനെ എറിഞ്ഞ് വീഴ്ത്തി എന്ന് പറയുമ്പോൾ ജനമെല്ലാം കൂടി അന്നത്തെ മീറ്റിംഗ് ബേല ബേഷ് ബേഷ് അനുഗ്രഹായി, സ്തോത്രം. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്താൻ പോയില്ല പ്രസംഗം. ഞാൻ ദൈവരാജ്യം തന്നെ കണ്ടിന്യൂ ചെയ്തു. കാരണം ഇവിടെ പറയുന്നവരല്ല ഞാൻ പ്രസംഗിക്കേണ്ടത്, സ്വർഗത്തിൽ നിന്ന് പറയുന്നത് ഞാൻ പ്രസംഗിക്കേണ്ടത്. അവസാനം ജനമെല്ലാം മനസ്സിലായി, അവർ റെസ്പോണ്ട് ചെയ്തു. ഈ ദേവദാസൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ജനത്തിന് ഇതൊന്നും മനസ്സിലാകത്തില്ല എന്ന്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ദേവദാസ, കർത്താവ് പറഞ്ഞു വേണം പ്രസംഗിക്കാൻ. അങ്ങൊരു കാര്യം ചെയ്യേ, ലൂക്കോസിൻ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളെടുത്ത് വായിച്ചിട്ട് അതനുസരിക്കാൻ പറഞ്ഞു. എന്താണ് കർത്താവ് ദൈവത്തിന്റെ ദാസന്മാരോട് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്ന് വായിച്ചാലോ? അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു. അവൻ പന്തിരുവരെ എന്ന് വെച്ചാൽ ആരാ? 12 ആദ്യത്തെ ട്രെയിൻഡ് ശിഷ്യന്മാരാ. പന്തിരുവരെ അടുക്കൽ വിളിച്ചിട്ട് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. എന്നിട്ട് ദൈവരാജ്യം പ്രസംഗിപ്പാനും. എന്ത് പ്രസംഗിക്കാൻ? കർത്താവ് ശിഷ്യന്മാരെ എന്ത് പ്രസംഗിക്കാൻ അയച്ചേ? ഒന്നുകൂടി പറഞ്ഞേ. അപ്പോ നമ്മൾ ഒന്ന് മനസ്സിലാക്കി, സ്നാപയോഹന്നാൻ പ്രസംഗിച്ചതിനെ കുറിച്ച് യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം മത്തായി 4:17, അന്ന് മുതൽ അവൻ പ്രസംഗം ആരംഭിച്ചു. അത് നമ്മൾ മനസ്സിലാക്കാം. കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് ആദ്യ പ്രസംഗം ഒന്ന് വായിച്ചു 4:17. അന്നു മുതൽ കാരണം കർത്താവ് പ്രസംഗം തുടങ്ങുക അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടും അന്നു മുതൽ പ്രസംഗിച്ചു തുടങ്ങി. അപ്പൊ യേശുവിന് ആദ്യത്തെ പ്രസംഗം ഏതാ? ഇവിടെ നോക്കിയേ, സ്വർഗരാജ്യം ദൈവരാജ്യം നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. ഇന്ന് വലിയ തർക്കമുള്ള വിഷയമാണ് ലോകത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ബൈബിൾ കോളേജിലെ 1-2 പാസ്റ്റേഴ്സ് വന്നിട്ട് ചോദിച്ചു, വേറെ ഞങ്ങളുടെ കോളേജിൽ വലിയ തർക്കം നടക്കുക, ഈ ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടും വേറെ വേറെ ആണെന്നും ഒന്നാണെന്നും പറയുന്നവരുണ്ട്. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, എനിക്ക് തർക്കിക്കാനൊന്നുമില്ല, കർത്താവ് പറയുന്ന ചില കാര്യം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണണോ? മനസ്സിലാക്കണോ? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം. ഇരുപത്തിമൂന്ന് 24 വാക്യങ്ങൾ. യേശു തന്റെ ശിഷ്യന്മാരോട് ധനവാൻ ആരാ പറയുന്നേ? യേശു ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ. ധനവാൻ ഏത് രാജ്യത്തിൽ? ഒന്നുകൂടി പറഞ്ഞ, ഏത് രാജ്യത്തിൽ? സ്വർഗരാജ്യത്തിൽ. ഇനി അടുത്ത ലൈൻ വായിച്ച്. എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ഏത് രാജ്യം? ആദ്യം പറഞ്ഞത് സ്വർഗരാജ്യം, രണ്ടാമത് പറഞ്ഞത് ദൈവരാജ്യം. യേശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഉപയോഗിക്കാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇത് സെപ്പറേറ്റ് ചെയ്യണേ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഞാനൊക്കെ പഠിച്ചപ്പോൾ, ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ 2 വരയിട്ട് അപ്പുറവും ഇപ്പുറവും ഇത് സ്വർഗരാജ്യം, ഇത് ദൈവരാജ്യം, ഇത് തമ്മിലുള്ള വ്യത്യാസം കുറേ സമയം അതിനുവേണ്ടി കളഞ്ഞു. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ നിർത്തിയ പരിപാടി. മനസ്സിലായോ? ഒന്നുകൂടി വായിച്ചേ, മത്തായി 4:17. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവൻ എന്ന് പ്രസംഗിച്ചു. ഏത് രാജ്യം?
സ്വർഗരാജ്യം. ഏത് രാജ്യം? ഇനി മാർക്കോസ് 1:15 വായിച്ച്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഏത് രാജ്യം? ദൈവരാജ്യം. നേരത്തെ ഏത് രാജ്യമായിരുന്നു? ഇപ്പൊ ഏത് രാജ്യം? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ രക്ഷയുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. ഇത് പറയുന്നത് ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. സ്വർഗരാജ്യം എന്ന് വെച്ചാൽ 1000 വർഷത്തെ ഭരണം, ദൈവരാജ്യം എന്ന് വെച്ചാൽ അതിനുശേഷമുള്ള ആ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. ഈവൻ അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോലും, അങ്ങനെയൊന്നും വചനം പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ ചിന്തിച്ചാൽ പോലും ആ സ്വർഗരാജ്യം ഏതിൻ്റെ ഉള്ളിലാ? ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി സമയം കളയണ്ട. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ട്, കാരണം ഓൾറെഡി ഉള്ള ടീച്ചിങ് അങ്ങനെ ആയതുകൊണ്ട് അത് മാത്രം അത് കാണിച്ചെന്നുള്ളൂ. എൻ്റെ അഭിപ്രായം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിൽ ചില വചനങ്ങൾ മാത്രം നിങ്ങളെ കാണിച്ച് തന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലായി, സ്നാപയോഹന്നാൻ പ്രസംഗിച്ചത് ദൈവരാജ്യം, യേശു പ്രസംഗിക്കാൻ തുടങ്ങിയത് ദൈവരാജ്യം, യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പ്രസംഗിച്ചത് ദൈവരാജ്യം, മരിച്ച 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം പ്രത്യക്ഷപ്പെട്ട് പ്രസംഗിച്ചത് ദൈവരാജ്യം, ദൈവദാസന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത് ദൈവരാജ്യം, ജനത്തോട് അന്വേഷിക്കാൻ പറഞ്ഞത് ദൈവരാജ്യം. മനസ്സിലാവുന്നുണ്ടോ? എവിടെ തൊട്ടാലും ദൈവരാജ്യം. യേശു വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. സ്തോത്രം. ഭൂമിയിൽ സ്ഥാപിക്കാനാ. സ്വർഗവും ഭൂമിയും തമ്മിൽ വീണ്ടും ഒന്നാക്കാനാണ് കർത്താവ്. നമ്മൾ ആദ്യം പഠിച്ചു ഇല്ലേ? കർത്താവ് വന്നേ, എന്നിട്ട് എന്തിയേ ഇത് സ്ഥാപിക്കാതെ പോയേ? ഇതാണ് ചോദ്യം. സ്തോത്രം. കർത്താവിന് അധികാരം കിട്ടിയെന്നൊക്കെയല്ലേ പറഞ്ഞേ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് കിട്ടി. മരണത്തെ ജയിച്ചില്ലേ? ഇനി മരണത്തിന് അധികാരമില്ലോ തൻ്റെ മേൽ. മരണത്തെ ജയിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത് സ്ഥാപിക്കാതെ പോയി കളഞ്ഞേ? ഇതാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ആരും അതൊന്നും ചോദിച്ചില്ല. കർത്താവ് ഇത്രയും പരിപാടിയും കഴിച്ച് അങ്ങ് ജയവും എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് സ്ഥാപിക്കാണ്ട് ആള് മടങ്ങിപ്പോയി. എന്താണെന്ന് മനസ്സിലാക്കുവാനാണ് നമ്മൾ പോകുന്നത്. ദൈവരാജ്യം സ്ഥാപിക്കുവാൻ തക്കണ കർത്താവ് വന്നു, എന്നാൽ സ്ഥാപിക്കാതെ മടങ്ങിപ്പോയി. കാരണം ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യം, കിങ്ഡം എന്ന് പറഞ്ഞാൽ അതിന് രാജാവ് മാത്രം പോരാ, ഭൂമി മാത്രം പോരാ, ജനം വേണം, പ്രജകൾ വേണം. മനസ്സിലാവുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 28:18 മുതൽ താഴേക്ക് നമുക്ക് വായിക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അധികാരമുണ്ട്, ഓക്കെ. ഭൂമിയിൽ അധികാരം കൊണ്ട് ലാൻഡും കിട്ടി, സംഭവമൊക്കെ ശരിയാ. പക്ഷേ താൻ രാജാവുവാ, ഭൂമിയുണ്ട്. പക്ഷെ തനിക്ക് ഒരു കാര്യമില്ല. തനിക്ക് പ്രജകളില്ല. മനസ്സിലായോ? തനിക്ക് പ്രജകളില്ല. പ്രജകളില്ലാതെ പിന്നെ എന്ത് രാജാവ്? പ്രജകളില്ല എങ്കിൽ രാജാവിന് പിന്നെ നിൽക്കാൻ പറ്റില്ല. അറിയോ നിങ്ങൾക്ക്? സദൃശ്യവാക്യം 14:28 പറയുകയാണ്, പ്രജകൾ ധാരാളം ഉള്ളത് ഒരു രാജാവിന് മഹത്വമാണ്, പക്ഷെ പ്രജാന്യൂനതയോ പ്രഭുവിന്റെ നാശമാണ്. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം. പ്രജാബാഹുല്യം, പ്രജകൾ ധാരാളം ഉള്ളത് രാജാവിന് ബഹുമാനമാണ്. 14:28 സദൃശ്യവാക്യം 14:28. പ്രോബ്സ് ചാപ്റ്റർ 14:28. പ്രജകൾ ധാരാളമുള്ളത് രാജാവിന് ബഹുമാനമാണ്, പ്രജാന്യൂനതയോ എന്നാൽ പ്രജകൾ ഇല്ലാത്തത് പ്രഭുവിന് നാശം, രാജാവിന്റെ നാശമാണ്. പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. രാജാവിന്റെ നാശമാണ്. കർത്താവ് സ്വന്തമായതിലേക്ക് വന്നു, പക്ഷെ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇതൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മൾ എന്തിനാ ഈ സുവിശേഷം പ്രസംഗിക്കണമെന്നൊക്കെ മനസ്സിലാവും. സുവിശേഷം അറിയിക്കണം എന്തിനാണെന്നൊക്കെ നമുക്കൊരു ബോധകത്ത് വരും. പിന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പഴയ ശക്തിയല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കാൻ പോണം. പിന്നെ
മനസ്സിലാവുന്നുണ്ട്? എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധം നമ്മുടെ അകത്തുണ്ടാകും. ഒരു സഹോദരനെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അദ്ദേഹം പറയാം, എനിക്ക് സമയമില്ല, ഐ ആം ഡൂയിങ്, അവിടുത്തെ കൺവെൻഷൻ ഉണ്ട്, ഇവിടുത്തെ കൺവെൻഷൻ ഉണ്ട്, ഈ കൺവെൻഷൻ ഉണ്ട്, ഈ കൺവെൻഷൻ ഉണ്ട്. എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, കുഞ്ഞെ നീ 25 വെട്ട് മൂർച്ചയില്ലാത്ത വാക്കത്തി കൊണ്ട് വെട്ടുന്നതിനേക്കാൾ ഒരൊറ്റ വെട്ട് വെട്ടിയാൽ മതി, മൂർച്ചയുള്ള വാക്കത്തിയാണെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്ര. ഒരല്പനേരം അലയിലിരുന്ന് ആ കൊല്ലപ്പണിയുടെ ഇരുന്ന് ആ മൂർച്ച ഒന്ന് കൂട്ടി ഒറ്റ വെട്ടിൽ പരിപാടി തീരും. അല്ലെങ്കിൽ നമ്മൾ വെട്ടി സദൃശവാക്യം പറയുന്നുണ്ട്, കോടാലിക്ക് മൂർച്ചയില്ലെങ്കിൽ അധികം ബലം, സഭാപ്രസംഗിയുടെ പുസ്തകം പറയുന്നു, കോടാലിക്ക് മൂർച്ചയില്ലെങ്കിൽ അധികം ബലം പ്രയോഗിക്കേണ്ടി വരും. സ്തോത്രം. മൂർച്ച വേണം. ദൈവസന്നിധിയിലിരുന്ന് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ ബോധം നമുക്കുണ്ട് എങ്കിൽ നാം ലോകത്തിലോട്ട് ഇറങ്ങിയാൽ ടോട്ടലി ഒരു ഡിഫറെന്റ് ദൈവദാസനായിരിക്കും. കുഞ്ഞുങ്ങളെ ഇതോട് ശ്രദ്ധിച്ചേ, അനേക ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ ഒരാളായാൽ മതിയെങ്കിൽ ലോകത്ത് മൂവ് ചെയ്യുന്ന പോലെ അങ്ങ് മൂവ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അല്ല, എന്നെയും നിങ്ങളെയും കണ്ടാൽ ഒരു പ്രത്യേകത തോന്നണം എങ്കിൽ യേശുവിൻ്റെ സന്നിധിയിലിരുന്ന്, സ്തോത്രം, ആ യേശു അതിൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആലയിൽ ആ ഷോപ്പിലിരുന്ന് പഠിച്ച് മൂർച്ച വെച്ച് ഇറങ്ങുമെങ്കിൽ നമ്മളെ കണ്ട ഒരു വ്യത്യസ്തതയുള്ളവരായിരിക്കും. സ്തോത്രം. ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസമല്ല, അതിനൊരു ലിമിറ്റുണ്ട്. കർത്താവിൻ്റെ വിദ്യാഭ്യാസം, സ്വർഗീയ വിദ്യാഭ്യാസം നാം പ്രാപിച്ച് ഇറങ്ങുന്നുവെങ്കിൽ നമ്മളിലൂടെ വരുന്ന മെസ്സേജ്, നമ്മളിലൂടെ കടന്നു വരുന്ന ദൈവപ്രവൃത്തി, നമ്മളിലൂടെ ഇറങ്ങുന്ന അഭിഷേകം, ഇതെല്ലാം വ്യത്യസ്തമുള്ളതായിരിക്കും. ലോകം അതിശയപ്പെടും. അവർ പറയും, ആ തച്ചൻ്റെ മകനല്ലയോ ഇവന്റെ കൈകളാൽ നടക്കുന്ന അത്ഭുത പ്രവർത്തികൾ, ഇവന്റെ വായിൽ നിന്ന് വരുന്ന ജ്ഞാന വാക്കുകൾ എവിടെ നിന്ന്? ശിഷ്യന്മാരെ കണ്ടിട്ട് പറഞ്ഞില്ലേ, യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, യേശുവിന് ശിഷ്യന്മാരെ കണ്ടിട്ട് പറഞ്ഞു, ഇവര് സാധാരണ മനുഷ്യരല്ലയോ, മുക്കുവരല്ലയോ, എവിടെന്നാ ഈ ജ്ഞാനം? പക്ഷേ ഒന്ന് മനസ്സിലാക്കി, ഇവർ കുറെ നേരം ആലയിലിരുന്നതാ, ഇവർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെന്ന് അവർ മനസ്സിലാക്കി. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ദൈവദാസന്മാർ ആദ്യം പഠിക്കേണ്ടത് കർത്താവോട് കൂടെ ഇരിക്കാനാണ്. തെരഞ്ഞെടുത്തത് പ്രസംഗിക്കാനാണ് സത്യം. പക്ഷെ അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനും. ആ പ്രസംഗിക്കുന്നതിന് മുമ്പും ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് മുമ്പും മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. സ്തോത്രം. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് പറയാം, ജയത്തിന്റെ ഒരു ഫോർമുല. കാരണം എടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹവേഴ്സ് വിത്ത് ഗോഡ്, മൊമെന്റ്സ് വിത്ത് വേൾഡ്. സ്തോത്രം. മണിക്കൂറുകൾ ദൈവത്തോടുകൂടെ, നിമിഷങ്ങൾ ലോകത്തോടുകൂടെ. വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റും. സ്തോത്രം. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യണത് എങ്ങനെയെന്നറിയാമോ? നിമിഷങ്ങൾ ദൈവത്തോടുകൂടെ, മണിക്കൂറുകൾ ഇതാ ഞാൻ ലോകത്തോടുകൂടെ. വെട്ടി 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 കൈ കുഴയുന്നല്ലാതെ സാധനമൊന്നും മുറിയത്തില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, സദീയ പകലിറങ്ങി പ്രവർത്തിച്ചു. നല്ല റിസൾട്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നിങ്ങളിപ്പോൾ ഇവിടെ ദൈവദാസന്മാർ ഇവിടെ എന്നെ വാച്ച് ചെയ്യുന്നവർ